ഡോക്ടർ നമ്മളോട് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും രാജനാണ്. രാജൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, യെസ് പറഞ്ഞോളൂ. ഇത് ഡിസ്കിന്റെ കംപ്ലൈന്റ് ഉണ്ടായിട്ടേ ഒരു ഒരു 5-6 വർഷമായി. അങ്ങനെ പല എല്ലിന്റെ ഡോക്ടറായിട്ട് ഞാൻ ബന്ധപ്പെടാറുണ്ടായിരുന്നു. അപ്പോ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞത്. എന്നാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 1.5 വർഷത്തോളം ആയിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. എന്നുവെച്ചാല് ഡിസ്കിന്റെ കംപ്ലീറ്റ് വേദന, 2 കാലിന്റെ മുട്ടിന്റെ അവിടെ നിന്നുണ്ട് ഭയങ്കര വേദന. അതുപോലെ തന്നെ നമ്മുടെ തലയുടെ പെരടിയുടെ ഭയങ്കര വേദന, തലേന്ന് ഉള്ളിൽ കൂടെ തന്നെ എന്തൊരു വേദന മാറി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് പക്ഷെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ വേദന ഇതുവരെ പോകുന്നില്ല. ഒരു മണിക്കൂർ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ വേദന വരും. അതുപോലെ തന്നെ രാത്രി ഉറക്കമില്ല, ഉറക്കത്തിന് വളരെ കുറവാ. മനസ്സിലായി. അതായത് വേദന കാരണം നമുക്ക് ഉറങ്ങാനും സാധിക്കുന്നില്ല. അതെ. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഈ നട്ടലിൻ്റെ തേയ്മാനം എന്ന് പറഞ്ഞാൽ ഒറ്റ ലെവൽ മാത്രമായിട്ട് വരുന്നത് വളരെ കുറവാണ്. അത് ചിലപ്പോൾ ഡിസ്ക് തെള്ളുന്ന മാത്രമായിട്ടായിരിക്കും വരുന്നത്. തേയ്മാനമായിട്ട് വരുന്ന പലപ്പോഴും പല ലെവലുകളിൽ ചേർന്നാണ് വരുന്നത്. അപ്പം നമ്മൾ ഈ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, അതായത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളൊരു, അതായത് ഞരമ്പിനും അല്ലെങ്കിൽ സുഷുമ്നാ നാഡിക്കും ഇത് കംപ്രഷൻ ഉണ്ടാക്കി അതിനെ മരയിപ്പിക്കാൻ പോകുന്ന രീതിയിലുള്ള ഇതാണ് മെയിനായിട്ട് എടുക്കുന്നത്. ബാക്കിയുള്ള ചെറിയ തേയ്മാനങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് വരുന്നൊരു കാര്യമല്ല. അത് നമ്മൾ മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ അവിടെ ഉള്ള നീർക്കെട്ട് കുറയ്ക്കാനുള്ള മെഡിസിൻസ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, പിന്നെ മരുന്നുകൾ, പിന്നെ മസിൽ റിലാക്സൻസ് എന്ന് പറയും, അങ്ങനെയുള്ള മരുന്നുകൾ, ഇതെല്ലാം ചേർത്തും പിന്നെ എക്സസൈസ് തെറാപ്പിയുണ്ട്, ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള കാര്യങ്ങൾ. അതിന് പല രീതിയിലുണ്ട്. ഫിസിയോതെറാപ്പി തന്നെ പല രീതിയിലുണ്ട്. ടെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെറിയ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, IFT എന്ന് പറഞ്ഞുള്ള ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളും കൂടെ ചേർന്നിട്ടാണ് ഇത് പിന്നീട് അങ്ങോട്ട് നമ്മൾ ചികിത്സിക്കുന്നത്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ചികിത്സ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പറേഷൻ കൊണ്ട് തീരുന്നില്ല. വീണ്ടും നമ്മൾ ഡോക്ടറുമായിട്ട് അല്ലെങ്കിൽ ഡോക്ടറായിട്ട് ബന്ധപ്പെടുകയും ആ പിന്നീടുള്ള ചികിത്സ എന്താണ് വേണ്ടത് എന്നുള്ളത് മിക്കവാറും ഈ ഓപ്പറേറ്റിംഗ് ടീം തന്നെ പറയും. അത് വെച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഇപ്പം ചിലപ്പം നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്, പിന്നെ വെയിറ്റ് എടുക്കുന്നത്, പെട്ടെന്ന് കുനിയുന്നത്, ഇതൊക്കെ വീണ്ടും അടുത്തുള്ള ലെവലിലുള്ള ഡിസ്കുകൾ വീക്കാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിത രീതിയും കൂടെ നമ്മൾ വ്യത്യാസപ്പെടുത്തണം. ചില മരുന്നുകൾ കഴിക്കേണ്ടി വരും, എക്സസൈസ് ചെയ്യേണ്ടി വരും. അത് വിശദമായിട്ട് ചെയ്ത ഡോക്ടറായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഡോക്ടർ, ഒട്ടുമിക്ക ആളുകൾക്കും സംശയമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഡോക്ടറോട് ചോദിക്കാൻ പോകുന്നത്. മരുന്ന് കൊണ്ട് ഈ നടുവേദനയെ നമുക്ക് മാറ്റാനാകുമോ? അതുപോലെ തന്നെ സർജറിയിലേക്ക് പോകേണ്ടി വരുന്നത് എപ്പോഴാണ്? വളരെ നല്ല ചോദ്യമാണ്. ഞാനത് നേരത്തെ സൂചിപ്പിച്ചു. അതായത് നടുവേദന വളരെ കോമൺ ആണ്. അപ്പം എല്ലാ നടുവേദനയും നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടിയില്ല. ഒരു 70-80% നടുവേദനകളും ഞാനീ നേരത്തെ സൂചിപ്പിച്ച പോലെ വേദന സംഹാരികൾ, പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ്, പോസ്റ്റർ കറക്ഷൻ, എക്സസൈസ്, ഇതുകൊണ്ട് ചികിത്സ ഭേദമാക്കുന്നതാണ്. വളരെ ചെറിയ ശതമാനം നടുവേദനയാണ് ഇത്. പിന്നെ പ്രോഗ്രസീവായിട്ടുള്ള പെയിൻ ഉണ്ടാകുക, അത് നമ്മൾ മരുന്ന് കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജോലിയെ ബാധിക്കുക. അത് കാരണം ഞരമ്പിന് കംപ്രഷൻ ഉണ്ടായിട്ട് വീക്ക്നെസ് ഡെവലപ്പ് ചെയ്യുക. പിന്നൊരു കാര്യം, ഈ മൂത്രത്തിൻ്റെയും മലം പോകുന്നതിൻ്റെയും കൺട്രോള് പോവുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഇത് ഒരു ട്യൂമർ കൊണ്ടുണ്ടാകുക, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്ന് ഉള്ള പ്രശ്നങ്ങൾ, ഇതുകൊണ്ട് ഈ സമയത്താണ് നമ്മളത് ഓപ്പറേഷന് പോകുന്നത്. അല്ലാതുള്ളതെല്ലാം ഈ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, അതായത് മെഡിക്കൽ മാനേജ്മെൻറ്റും സപ്പോർട്ടീവ് കെയറും കൊണ്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ നടുവേദന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാത്തിനും ഒരു പ്രിവെൻറ്റീവ് മെഷറുണ്ട്. അതായത് നമ്മുടെ ഒരു ഹെൽത്തി ഏജിങ് എന്ന് പറയും. അതായത് നമ്മുടെ പ്രായം കൂടുന്നതിന് നമ്മൾ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നട്ടലിൻ്റെ എക്സസൈസും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. നട്ടലിൻ്റെ വ്യായാമങ്ങൾ ഇപ്പം യൂട്യൂബിലൊക്കെ പലയിടത്തും കാണാം. ചിലതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുമുണ്ട്, എന്നാലും പല രീതിയിലുള്ള അതോറിറ്റീവായിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള ഇത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നട്ടലിൻ്റെ വ്യായാമങ്ങൾ, പിന്നെ കാൽസ്യം ഉള്ള ഭക്ഷണങ്ങൾ ആവശ്യത്തിന് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ആ നാച്ചുറലായിട്ടുള്ള ആ ഒരു
തേയ്മാനത്തിൻ്റെ പ്രക്രിയ നമുക്ക് സുഗമമാക്കാൻ പറ്റും. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും കുറയ്ക്കാൻ പറ്റും. പിന്നീടാണ് ഇത് വന്നു കഴിയുമ്പോഴുള്ള പ്രശ്നങ്ങൾ മാനേജ് ചെയ്യുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ കണക്ക് കൂടുതലും ഈ പറഞ്ഞ എക്സസൈസും വേദന സംഹാരികൾ ഒരു അളവ് വരെയും ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പലയിടത്തും ഈ പറഞ്ഞ ടെൻസ് എന്ന് പറഞ്ഞ ചെറിയ പോക്കറ്റ് ടെൻസ് പോലത്തെ മെഷീനൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു അളവ് വരെ വേദന മരുന്നില്ലാതെ തന്നെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിദഗ്ധനായിട്ടുള്ള ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഒരു ന്യൂറോ അല്ലെങ്കിൽ സ്പൈൻ സർജൻ അങ്ങനെയുള്ള അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് ഇങ്ങനെയുള്ളവരുമായിട്ട് ഓർത്തോപീഡീഷ്യൻ ഇങ്ങനെയുള്ളവരുമായിട്ട് സംസാരിച്ചിട്ട് ഒരു അഡ്വൈസ് എടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും.